ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വിശേഷം കർക്കിടക വാവാണ്. നമ്മളിവിടെ വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്. സദ്യയുടെ കൂടെ പായസം കാണുമല്ലോ. കടലപ്പായസമാണ് ഉണ്ടാക്കുന്നത്. കടല ആദ്യം തന്നെ കുക്കറിൽ വേവിച്ച് ഉടച്ചെടുക്കുക. അതിനുശേഷം ഒരു ഉരുളിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ കടല ഇട്ടതിന് ശേഷം ഒന്ന് വരട്ടിയെടുക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഒന്ന് വരണ്ട് വരത്തുള്ളൂ. ഇന്ന് പായസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന നെയ്യ് അന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ഗീ ആണ്. കടല ഇവിടെ വരണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ശർക്കരപ്പാനി ഒഴിക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഒഴിച്ചു കൊടുക്കുക. ഇതും ഒന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇവിടെ പായസം വെക്കുമ്പോൾ പുറത്തെ അടുപ്പിലാണ് വെക്കുന്നത്. കാരണം ഈ കടലപ്പായസമൊക്കെ ഒരുപാട് ടൈം എടുക്കത്തില്ലേ ഉണ്ടാക്കുമ്പോഴത്തേക്ക്. അടുത്ത് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് രണ്ടാം പാലാണ്. ഈ രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ തോന്നും. ആ വെള്ളം ഒന്ന് വറ്റിച്ച് കുറുക്കി എടുക്കുമ്പോഴത്തേക്കാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ രണ്ടാം പാൽ കുറുക്കി വന്നിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരമിട്ട് കുറുക്കേണ്ട കാര്യമില്ല. ഒന്നാം പാൽ ചൂടായി വന്നപ്പോൾ ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങ ചെറുതായി അരിഞ്ഞ് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ആ തീയൊക്കെ ഒന്ന് അണച്ചിടുക. അപ്പോൾ ഇന്നത്തെ സദ്യയുടെ വീഡിയോ പുറകെ വരുന്നതാണ്. മറക്കാതെ എല്ലാവരും കാണണം. ഈ പായസം വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാനായിട്ട് അകത്ത് പോയൊരു പാത്രം എടുത്തിട്ട് വന്നപ്പോൾ ഇവിടെ ഒരാൾ പായസം ഇളക്കലോടെ ഇളക്കല. അകത്ത് നിന്ന ആളാണ്. എപ്പോഴാണ് ഇങ്ങ് പുറത്തിറങ്ങിയെന്ന് ശ്രദ്ധിച്ചില്ല. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കടലപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.